ഒരു വർഷം കൂടി അവസാനിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സ് നിറയെ നന്ദിയും മുന്നോട്ട് നോക്കുമ്പോൾ ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ആ കാഴ്ചകൾക്ക് അർത്ഥമുള്ളൂ. ഇതുവരെ സംഭവിച്ചതെല്ലാം നിങ്ങളെ ഈ ഒരു നിമിഷത്തിൽ എത്തിക്കാനായിരുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവയുടെ വഴിക്ക് കൃത്യമായി തന്നെ വന്നുചേരും. ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞ 12 മാസങ്ങൾ, മുന്നറിയിപ്പില്ലാതെ വന്ന സന്തോഷവും വിട്ടുപിരിയാതെ കൂടെ നിന്ന വേദനകളും. മാറ്റങ്ങൾ എത്ര വേഗത്തിലാണ് സംഭവിക്കുന്നതെന്നും എന്നാൽ മുറിവുകൾ ഉണങ്ങാൻ എത്രയേറെ സമയമെടുക്കുന്നുവെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ഈ വർഷം തുടങ്ങിയപ്പോഴുള്ള ആ പഴയ ആളല്ല ഞാനിപ്പോൾ. 2026-നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വർഷമായി ഞാൻ മാറ്റും. എന്റെ പക്കലുള്ള അവസാനത്തെ സമ്പാദ്യമെന്നോണം എന്റെ എനർജി ഞാൻ കാത്തു സൂക്ഷിക്കും. ബഹുമാനമില്ലാത്തവർക്ക് ഇനി എന്റെ ജീവിതത്തിലേക്ക് പ്രവേശനമില്ല. 2026 മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല, അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളെ താഴേക്ക് വലിക്കുന്ന ആളുകളിൽ നിന്നും അകന്നു നടക്കുക. ഒരിടത്തും എത്താത്ത വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. നിങ്ങളെ ഒരിക്കലും വിലമതിക്കാത്തവരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് പിന്മാറുക. നിങ്ങളുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന എന്തിൽ നിന്നും നിങ്ങൾ പിന്നോട്ട് മാറുമ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ളവരായി മാറും. 2026-ൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി പാഴാക്കരുത്. നിശബ്ദതയെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും പിന്തുടരാതിരിക്കുക. നിങ്ങളുടെ സമാധാനത്തെ സ്വർണം പോലെ സംരക്ഷിക്കുക. അർദ്ധരാത്രിയിൽ ആ പാർക്ക് വെളുത്ത മഞ്ഞുപുതപ്പിന് കീഴിലായിരുന്നു. പുതുവർഷത്തിലെ ആദ്യത്തെ കാൽപ്പാടുകൾ പതിപ്പിച്ചുകൊണ്ട് അവർ നടന്നു. മുന്നിൽ വഴികളൊന്നുമില്ലല്ലോ. അവൻ സംശയത്തോടെ മുന്നിലേക്ക് നോക്കി പറഞ്ഞു. അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. അതാണ് ഏറ്റവും നല്ലത്. നമുക്കിഷ്ടമുള്ള ദിശയിലേക്ക് നമ്മുടേതായ പാതകൾ തീർക്കാമല്ലോ. മറ്റുള്ളവർ നടന്നു തീർത്ത വഴികൾ ഉപേക്ഷിച്ച് അവർ ഒന്നിച്ചു വെട്ടിയ പുതിയ വഴിയിലൂടെ അവർ മുന്നോട്ട് നടന്നു. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈവശമില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും നിങ്ങളുടെ കുറവുകളോട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങൾക്ക് സുരക്ഷിത ബോധം നൽകുന്നതുമായ ഒരു കുടുംബം നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിലപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു.